തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നിലമ്പൂരിൽ കലാശക്കൊട്ടാവേശം 6 മണിയോടെ പരസ്യ പ്രചാരണം അവസാനിക്കും. നിലമ്പൂരിനെ ആവേശത്തിലാക്കിയ സ്ഥാനാർത്ഥികളും അണികളും നാളെ നിശബ്ദ പ്രചാരണം. മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കും. ജൂൺ 23-നാണ് വോട്ടെണ്ണൽ. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, പരസ്യ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ നിലമ്പൂരിൽ പ്രചാരണം കൊഴുക്കുകയാണ്. പ്രചാരണം അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്നു. വിവരങ്ങൾ. ഏതാനും മിനിറ്റുകൾ മാത്രമാണ് പരസ്യ പ്രചാരണത്തിന് പരിസമാപ്തി കുറിച്ചുള്ള അവസാനിച്ചാൽ നേരത്തെ നിശ്ചയിച്ച സമയത്ത് ഏകദേശം 2 മണിയോടുകൂടി തന്നെ നിലമ്പൂർ ടൗണിലേക്ക് വലിയ തരത്തിലുള്ള ആയിരുന്നു വിവിധ പാർട്ടികളുടെയും വിവിധ മുന്നണികളുടെയും ആളുകൾ എത്തിച്ചേർന്ന്. ആദ്യം എത്തിയത് NDA സ്ഥാനാർത്ഥിയുടെ അണികളായിരുന്നു, BJP പ്രവർത്തകരായിരുന്നു. തൊട്ട് പിന്നാലെ UDFന്റെയും LDFന്റെയും പ്രവർത്തകർ എത്തിച്ചേർന്നു. ഇപ്പോൾ നിലമ്പൂർ നഗരം ഒന്നടങ്കം വിവിധ മുന്നണികളുടെ പതാകകൾ കൊണ്ട് വർണ്ണാഭമായ ഒരു അന്തരീക്ഷമാണ്. എല്ലാ തരത്തിലും ഒരു വലിയ തരത്തിലൊരു കൊട്ടിക്കലാശത്തിന്റെ എല്ലാ അർത്ഥവും അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു നമുക്ക് പറയാൻ കഴിയും. നേതാക്കന്മാരെല്ലാം തന്നെ ആ ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. NDAയുടെ നേതാക്കന്മാരെ എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്, LDF നേതാക്കന്മാരുണ്ട്. അങ്ങനെ എല്ലാ നേതാക്കന്മാരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു ഇടതു മുന്നണിയോടൊപ്പം നിന്നിരുന്ന ഒരാൾ രാജിവെച്ച് മാറിയതിനു ശേഷം തൊട്ടു പിന്നാലെ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, വരാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന തെരഞ്ഞെടുപ്പ്, അത്തരത്തിൽ എല്ലാ മുന്നണികളുടെയും ഒരു അഭിമാന പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തീരുമാനം മാത്രമാണ് എല്ലാ മുന്നണികൾക്കും മുന്നിലുള്ളത്. അത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് കാണാൻ കഴിയുന്നതും. വലിയ തരത്തിലുള്ള ജനപ്രവാഹം അല്ലെങ്കിൽ ഈ വിവിധ മുന്നണികളുടെ ആളുകളെ ഇവിടെ എത്തിക്കുവാൻ എല്ലാവരും പ്രയത്നിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ നിന്ന് കാണാൻ കഴിഞ്ഞ. ഇടയ്ക്ക് വലിയ തരത്തിൽ മഴ പെയ്തിരുന്നു. ഒപ്പം ജനക്കൂട്ടത്തിലെ UDF പ്രവർത്തകർക്കിടയിലേക്ക് ശാന്തിയുമൻ MLA ഇറങ്ങി വന്ന് നൃത്തം വെച്ചതും അതുപോലെ തന്നെ LDF പ്രവർത്തകർ അല്പം പോലും ആവേശം ചോരാതെ അണികളെ മുഴുവൻ നിരത്തിലിറക്കിക്കൊണ്ട് നടത്തിയ പൊട്ടിക്കലാശത്തിന്റെ അവസാന മിനിറ്റുകളിലേക്ക് കടക്കുന്നു. BJP നേതാക്കന്മാർ ഒന്നടങ്കം അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങനെ വലിയ തരത്തിൽ 3 മുന്നണികളും ഒന്നിനോടൊന്ന് പോരാടുമ്പോഴേക്കും ഈ കൊട്ടിക്കലാശ പരിപാടികളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് ഒറ്റയ്ക്ക്, അതായത് ആവേശവും ആളും ഒന്നും അല്ലാതെ ഒറ്റയ്ക്ക് മാറി നിന്നുകൊണ്ട് അദ്ദേഹത്തെ എപ്പോഴും പിന്തുണയ്ക്കുന്ന ജനങ്ങൾക്കിടയിലേക്ക് പോകാനാണ് ഈ ഇത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പിന് കാരണക്കാരനായ PV അൻവർ ശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നേരത്തെ കൊട്ടിക്കലാശത്തിന്റെ അതിശക്തമായ ഒച്ചയും ബഹളവും ഒക്കെ ഉയരുമ്പോഴും നമ്മൾ കണ്ടത് തെരുവിലൂടെ നടക്കുന്ന PV അൻവറിനെയാണ്. താൻ വിചാരിച്ചാൽ ചിലരെ പരാജയപ്പെടുത്തുവാൻ കഴിയും, ചിലർക്ക് വിജയിക്കാൻ കഴിയും, തന്റെ വിജയം ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് PV അൻവർ ആവേശത്തോടെ താൻ ഒറ്റയ്ക്കും ഏതാനും അണികൾക്കൊപ്പവും ഒക്കെ ആയിട്ട് വോട്ട് പിടിക്കുന്നത് നമ്മൾ ഈ അവസാന നിമിഷങ്ങളിൽ കാണാൻ ഇടയായി. എന്തായാലും നിലമ്പൂരിൽ എത്തുന്നത് ഒരു ഫോട്ടോ ഫീസിലേക്ക് എത്തും എന്നുള്ള കാര്യം ഈ കൊട്ടിക്കലാശത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം എല്ലാ മുന്നണികളും ഒരുപോലെ തന്നെ കൃത്യമായി അവരുടെ പ്രവർത്തനം, അവരുടെ അല്ലെങ്കിൽ അവസാന ഘട്ടം വരെ അവർ നന്നായി പ്രവർത്തിച്ചു എന്നതിന്റെ തെളിവ് കൂടിയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കൊട്ടിക്കലാശത്തിൽ നിന്നും വളരെ അധികം പ്രവർത്തകരെ അല്ലെങ്കിൽ പരമാവധി ആളുകളെ കൂട്ടിക്കൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടിയാണ് നിലമ്പൂരിൽ നടന്നത്. നിലമ്പൂരിൽ ആകമാനം അത്തരത്തിൽ തന്നെയായിരുന്നു. 23 ദിവസം നീണ്ടുനിന്ന പ്രചരണ പരിപാടികളിൽ എല്ലാ മുന്നണികളും പരമാവധി അണികളെ ഒപ്പം നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ പരമാവധി പ്രവർത്തകരെ ഒപ്പം നിർത്തിക്കൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഉള്ള ഒരു പ്രചരണ പരിപാടിയാണ്. കാരണം കഴിഞ്ഞ ഞായറാഴ്ച ഒരു സൂപ്പർ സൺഡേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുമായിരുന്നു. അത്തരത്തിൽ മുതിർന്ന നേതാക്കന്മാരെ മുഴുവൻ നിലമ്പൂരിൽ എത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത. നിലമ്പൂരിലേക്ക് പരമാവധി ദേശീയ നേതാക്കന്മാരെയും സംസ്ഥാന നേതാക്കന്മാരെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെല്ലാം പ്രസംഗ വേദികളിൽ എത്തിച്ചുകൊണ്ടൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്താൻ 3 മുന്നണികൾക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ ഞായറാഴ്ച ആകട്ടെ കോൺഗ്രസിന് വേണ്ടി AICC നേതൃനിരയിൽ നിന്നുള്ള ഒട്ടുമിക്ക നേതാക്കന്മാരെയും അവിടെ എത്തിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ, ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത കവല പ്രശ്നങ്ങൾ, അങ്ങനെ തുടങ്ങി വലിയ തരത്തിലേക്കുള്ള ഒരു പ്രചരണ പരിപാടിയിലേക്ക് കഴിഞ്ഞ ഞായറാഴ്ച മാറി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അന്ന് തൊട്ടു പിന്നാലെ നടക്കുന്ന ഒരു കൊട്ടിക്കലാശം, അന്നും ഞായറാഴ്ചയിൽ ഒരു കൊട്ടിക്കലാശത്തിന്റെ എല്ലാ അർത്ഥത്തിലുള്ള എല്ലാ പ്രതീതിയും അവിടെ ഉണ്ടായിരുന്നു. ഇന്നും ഈ കൊട്ടിക്കലാശത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും അത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു.
കോരിച്ചൊരിയുന്ന മഴയത്തും അല്പം പോലും തന്നെ ആവേശം നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ ആവേശം ചോരാതെ തന്നെയാണ് പരമാവധി പ്രവർത്തകരെ നിലമ്പൂരിലെ ടൗണിലേക്ക് എത്തിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു വലിയ പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. മൂന്ന് മുന്നണികളും ഒരുപോലെ ഒപ്പം നിൽക്കുമ്പോഴാണ് അൻവർ തന്റേതായ ഒരു പ്രവർത്തന ശൈലിയിലൂടെ കൊട്ടിക്കലാശത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് സമാധാനപരമായ പ്രവർത്തനത്തിലൂടെ പരമാവധി വോട്ട് സമാഹരിക്കുന്നതിന് വേണ്ടി തെരുവിലിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രചരണ പരിപാടി പരിസമാപ്തിക്ക് ഇനി മിനിറ്റുകൾ മാത്രമാണുള്ളത്. കൊട്ടിക്കലാശം അല്പസമയത്തിൽ തന്നെ അവസാനിക്കും. അതോടുകൂടി തന്നെ ഇപ്പോൾ ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ തമ്പടിച്ചിരിക്കുന്ന നേതാക്കന്മാർ മറ്റു ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിരിക്കുന്ന നേതാക്കന്മാരെല്ലാം തന്നെ ഇന്ന് ജില്ല വിടും. അത് പിന്നീട് ആ നിലമ്പൂരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നേതാക്കൾ, ജില്ലാ നേതാക്കൾ മാത്രമാവും അവിടെ ഉണ്ടാവുക. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് നിലമ്പൂരിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് ഈ കൊട്ടിക്കലാശത്തിന്റെ അവസാന നിമിഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കൊട്ടിക്കലാശത്തിന്റെ അവസാന നിമിഷങ്ങളിൽ നമുക്ക് ഇരു മുന്നണികളും LDF ആയാലും UDF ആയാലും വളരെ പരമാവധി ആളെ കൂട്ടിക്കൊണ്ട് അവരുടെ കൊട്ടിക്കലാശ പരിപാടികൾ ഗംഭീരമാക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നു എന്നുള്ളതിന് തെളിവ് തന്നെയാണ് ഈ രണ്ട് മുന്നണികളും ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ 2 മണിയോടുകൂടി തന്നെ നിലമ്പൂരിൽ നിശ്ചയിച്ച സ്ഥലങ്ങളിലേക്ക് 3 മുന്നണികളുടെയും പ്രവർത്തകർ എത്തിച്ചേർന്നിരുന്നു. ആ 3 മുന്നണികളുടെയും പ്രവർത്തകർ അവരുടെ ശക്തമായ ഒരു പ്രചരണ രീതിക്ക് അവസാനം കുറിക്കാൻ എത്തിച്ചേർന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും ആ പ്രവർത്തനം മഴയത്ത് പോലും അതിനെപ്പോലും അല്പം പോലും തടസ്സമുണ്ടാക്കാതെ ബുദ്ധിമുട്ട് ഉണ്ടാകാതെ എല്ലാ പ്രവർത്തകരും മഴ നനഞ്ഞ നിലമ്പൂരിന്റെ ടൗണിൽ സ്വന്തം സ്ഥാനാർത്ഥിക്ക് വേണ്ടി വളരെ വേഗത്തിൽ ശബ്ദകോലാഹലങ്ങളോടെ ഒച്ച വെച്ച് കൊട്ടിക്കലാശം ക്ഷേമമാക്കാൻ ശ്രമിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് നിലമ്പൂരിൽ നിന്ന് കാണാൻ കഴിയുന്നത്. നിലമ്പൂർ ഒരു പക്ഷേ 1965 നിയമസഭാ മണ്ഡലം രൂപീകൃതമാകുന്നത്. അതിനുശേഷം ഇതുവരെ ഇത്തരത്തിൽ ഒരു കൊട്ടിക്കലാശം നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. കാരണം അത്രയധികം പ്രസക്തിയുണ്ട് നിലമ്പൂരിന്റെ ഈ തെരഞ്ഞെടുപ്പിന്. കാരണം 2 പ്രാവശ്യം LDF-നോടൊപ്പം നിന്ന PV അൻവർ സ്വതന്ത്രമായി മത്സരിച്ച് ജയിച്ച PV അൻവർ പിന്നീട് ഏകദേശം കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് LDF-മായി പിണങ്ങി ഇറങ്ങുന്നു. അത് ഒരിക്കൽ പോലും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാകില്ല എന്നൊക്കെ അവസാന ഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നു. പിന്നീട് കിട്ടിയ 23 ദിവസം കൊണ്ട്, വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ, 3 ആഴ്ചകൾ കൊണ്ട് തന്നെ എല്ലാ മുന്നണികളും കളം പിടിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ മുന്നണികളും അവരുടെ പരമാവധി പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആളെ കൂട്ടിയുള്ള ആളുകളുടെ പിൻബലം മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രചരണ പരിപാടിയാണ് സംഘടിപ്പിച്ചത്. അതാണ് ഒരു പക്ഷേ നിലമ്പൂർ ഇതുവരെ കാണാത്ത ഒരു ഇലക്ഷൻ പ്രചരണ പരിപാടിയായി മുന്നോട്ട് പോകാൻ മുന്നണികൾക്ക് കഴിഞ്ഞതെന്നും നമുക്ക് വ്യക്തമാകും. മാത്രവുമല്ല, സംസ്ഥാനത്തെ മുഴുവൻ ജനപ്രതിനിധികളെയും അവിടെ എത്തിക്കുവാൻ എല്ലാ മുന്നണികൾക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. LDF-നും UDF-നും NDA-ക്കും തന്നെ അവരുടെ എല്ലാ പ്രതിനിധികളെയും അവിടെ എത്തിക്കാൻ കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ പ്രവർത്തനം യുവ MLA-മാർ, LDF-ന്റെ കാര്യത്തിലായാലും UDF-ന്റെ കാര്യത്തിലായാലും യുവ MLA-മാർ നടത്തിയ പ്രവർത്തനങ്ങളായിരുന്നു. ആ പ്രവർത്തനവും ആളുകളെ ആകർഷിക്കാൻ വേണ്ടി വീടുകൾ തോറും കയറി ഇറങ്ങിയതുമൊക്കെ കണ്ടതാണ്. കാരണം പുതുപ്പള്ളിയിൽ നിന്നും ഉപതെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച ചാണ്ടി ഉമ്മൻ MLA ഒരു റെക്കോർഡ് സൃഷ്ടിക്കുന്നത് പോലെയാണ് പല സ്ഥലങ്ങളിലും പല ആവർത്തി പല വീടുകളിൽ കയറി ഇറങ്ങി അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചത്. അത്തരത്തിൽ തന്നെയായിരുന്നു ഷാഫി പറമ്പിലായാലും രാഹുൽ മാങ്കൂട്ടത്തിലായാലും അങ്ങനെ തുടങ്ങി മാറ്റി തുടങ്ങി MLA-മാരുടെ ഒരു വലിയ സംഘം തന്നെ ഇത്തരത്തിൽ യുവാക്കളുടെ അല്ലെങ്കിൽ യങ് ബ്രിഗേഡിയർ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ വലിയ തരത്തിലുള്ള യുവാക്കളുടെ ഒരു വലിയ ഒരു ബലം അല്ലെങ്കിൽ ഒരു ശക്തി അവിടെ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് UDF നേട്ടമായി കാണുന്നത്. LDF ആകട്ടെ അവരുടെ DYFI-യുടെയും CPIM-ന്റെയും ഒക്കെ യുവ നേതാക്കന്മാരെ രംഗത്തിറക്കി, വനിതാ നേതാക്കന്മാരെ രംഗത്തിറക്കി അവർ നടത്തിയ പ്രവർത്തന രീതിയൊക്കെ തന്നെ എണ്ണമിട്ട് സംസ്ഥാന സർക്കാർ നടത്തിയ ഓരോ പ്രവർത്തനങ്ങളും ഈ സമകാലിക രാഷ്ട്രീയവും അന്താരാഷ്ട്ര രാഷ്ട്രീയവും ഒക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയതും നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗങ്ങളിലൊക്കെ തന്നെ അത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികൾ അദ്ദേഹം സംസാരിച്ചിരിക്കുന്നു. കാരണം ഈ 9 വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ ഓരോന്നോരോന്നായി നിലമ്പൂരിൽ എടുത്തു പറഞ്ഞു തന്നെയാണ് മുഖ്യമന്ത്രി എല്ലാ പഞ്ചായത്തുകളിലെയും പ്രത്യേക പരിപാടികളിൽ അദ്ദേഹം ഓരോ വിഷയങ്ങളും അവതരിപ്പിച്ചത്. കാരണം ഈ സർക്കാരിന്റെ വികസന പ്രവർത്തനം, പ്രത്യേകിച്ചും വിഴിഞ്ഞം പദ്ധതി മുതൽ
അങ്ങനെ തുടങ്ങി ലൈഫ് പദ്ധതി വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും കൃത്യമായി അദ്ദേഹം അക്കമിട്ട് പറഞ്ഞ് മുന്നോട്ട് പോയി. ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും ഉപതെരഞ്ഞെടുപ്പിന് ഇടയായ സാഹചര്യവും ഒക്കെ അദ്ദേഹം വ്യക്തമായി പറഞ്ഞുപോയി. അങ്ങനെ ഇത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് വഴിവെച്ച സാഹചര്യം, ആ സാഹചര്യത്തിന് കാരണക്കാരെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒന്നൊന്നായി എടുത്തു പറഞ്ഞുകൊണ്ട് അതിൽ നേട്ടങ്ങൾ, സർക്കാരിന്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പ്രകടനം നടത്തിയത്. BJP ആകട്ടെ ദേശീയ തലത്തിൽ ദേശീയ രാഷ്ട്രീയത്തിലുള്ള പ്രത്യേകതകൾ എടുത്തു പറഞ്ഞുകൊണ്ടും ദേശീയ രാഷ്ട്രീയത്തിന്റെ മഹാത്മ്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടുമൊക്കെയായിരുന്നു BJP പ്രകടനം നടത്തിയത്. PV അൻവർ ആകട്ടെ LDF-നെതിരെയും UDF-നെതിരെയും ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് മുന്നോട്ട് പോയതും നമ്മൾ കണ്ടതാണ്. ഇവിടെ നിർണായകമായ ഒരു പ്രശ്നം, നേരത്തെയൊക്കെ അൻവറിന് അനുകൂലമായ ചില ഘടകങ്ങളുണ്ടായിരുന്നു, ചില മേഖലകളുണ്ടായിരുന്നു. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ കൃത്യമായി പോകുന്ന മേഖലകൾ, അല്ലെങ്കിൽ അൻവർ വോട്ട് തേടി പോകുന്ന സ്ഥലങ്ങൾ, അവിടെയൊക്കെ അൻവർ നടത്തിയ പ്രവർത്തന ശൈലികൾ അതൊക്കെ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. മുമ്പ് ആര്യാടൻ മുഹമ്മദ് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടാതിരുന്ന വോട്ടുകൾ, അത് ഒരു പരിധിവരെ CPM-ന് കിട്ടാതിരുന്ന വോട്ടുകൾ, ആ വോട്ടുകളൊക്കെ തന്നെ PV അൻവറിന് ലഭിച്ചതോടുകൂടിയാണ് ഈ തിരഞ്ഞെടുപ്പിൽ PV 2 പ്രാവശ്യവും അൻവറിന് അനുകൂലമായ ഘടകമായി മാറിയത്. ഇത്തവണ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ ഘടകങ്ങൾ എത്ര കണ്ട് UDF-നും LDF-നും അനുകൂലമാകും, ഒപ്പം PV അൻവറിന് അനുകൂലമാകും എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പ്രചരണ പരിപാടി തന്നെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവസാനിക്കാൻ പോകുന്ന ഈ കൊട്ടിക്കലാശത്തിലൂടെ, കാരണം കൊട്ടിക്കലാശം ഗംഭീരമാക്കാൻ എല്ലാ മുന്നണികളും നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു എന്നുള്ള തെളിവാണ് ഇത്രയധികം ആളുകളെ നിലമ്പൂരിന്റെ എത്തിക്കാൻ കഴിഞ്ഞതെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കളെയും